ഭൈരവിയമ്മ ഈശ്വരമംഗലത്തിന്റെയും എന്റെയും മുത്തശ്ശിയാണ്. ആ എല്ലാ ബഹുമാനവും എനിക്കുണ്ട്. ഇനിയിപ്പോ ഈശ്വരമംഗലത്തിന്റെ ഏത് അവസാന വാക്കെന്ന് പറഞ്ഞാലും തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. കേട്ടിട്ടേ ഞാൻ ഈ മുറിക്ക് പുറത്തേക്ക് വിടൂ. നീ എന്തൊക്കെ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നല്ല, ഭൈരവിയമ്മ മനസ്സിലാക്കിയത് മുഴുവൻ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഇത് എന്റെ അവസരമാണ്, എന്റെ മാത്രം അവസരം. ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ചില സത്യങ്ങൾ ഭൈരവിയമ്മയെ ബോധ്യപ്പെടുത്താൻ 1-2 തെളിവുകൾ വേണമായിരുന്നു എനിക്ക്. അതിനുവേണ്ടിയാ ഞാൻ രാവിലെ പോയത്. എല്ലാം ശേഖരിച്ച് ലാപ്ടോപ്പിൽ ഭദ്രമാക്കിയിട്ടുണ്ട് ഞാൻ. എന്ത് തെളിവാ നിനക്ക് ഹാജരാക്കാനുള്ളത്? നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാന്ന് വസുന്ധര നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഭൈരവിയമ്മയ്ക്ക് തെറ്റിയത്. ഈ ഈശ്വരമംഗലത്തിന് ശത്രു എന്ന് പറയാൻ ഒരൊറ്റ ആളേ ഉള്ളൂ. അതാരാണെന്നറിയാമോ? ഭൈരവിയമ്മ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വസുന്ധരാന്റി തന്നെയാണ് ഈ കുടുംബത്തിന്റെ ശത്രു. നിർത്തടി. ഈ തറവാടിന്റെ അടുത്ത അവകാശിയാവേണ്ട ആളെക്കുറിച്ചാണോ അനാവശ്യം പറയുന്നത്? ഞാൻ പറഞ്ഞത് അനാവശ്യമാണോ അല്ലയോ എന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ദാ ഇതൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു തൊഴിലാളിയും അവിടുത്തെ യൂണിയൻ ലീഡറുമായിരുന്നു. എന്റെ പേര് വിജയൻ. വസുന്ധര മേഡവും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നതാണ്. പക്ഷേ CK ചന്ദ്രബോസ് എന്ന മറ്റൊരു ബിസിനസ്സുകാരന് ഒരു ടെൻഡർ ചോർത്തി കൊടുക്കാൻ വസുന്ധര മേഡവും ഞാനും തമ്മിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഗൗതം സാറും നിധി മേഡവും ചേർന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ടെൻഡർ ലോക്കറിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി ഓഫീസിലെ ഗൗതം സാറിന്റെ ക്യാബിന് തീയിടാൻ എന്നോട് പറഞ്ഞത് വസുന്ധര മേഡമാണ്. ആ ടെൻഡർ മോഷ്ടിച്ചു കൊടുത്ത കാരണമാണ് 500 കോടിയുടെ ആ പ്രോജക്റ്റ് ഈശ്വരമംഗലം ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടത്. ഇത് സത്യമാണ്. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഭൈരവിയമ്മയുടെ പ്രിയപുത്രി വസുന്ധര മാഡത്തിന്റെ ഒരു കളി. ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ ടെൻഡർ ശത്രുവായ CKCക്ക് തന്നെ കൊടുത്തു. നമുക്ക് നഷ്ടോ 500 കോടി. 500 കോടി നഷ്ടോ? അത് പക്ഷേ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാനും ഗൗതമും ചേർന്ന് അത് തിരിച്ചു പിടിച്ചു. ഇത് വസുന്ധരാന്റിയുടെ ചെയ്തികളിൽ ഒന്ന് മാത്രമാണ്. അടുത്ത ഒന്നുകൂടി ഭൈരവിയമ്മ കണ്ടു നോക്ക്. ഞാൻ ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ മാനേജറാണ്. പേര് ജോർജ് ജോസഫ്. നമ്മുടെ കമ്പനിയുടെ പല കോൺട്രാക്റ്റുകളും വസുന്ധര മാഡം മറ്റ് കമ്പനികൾക്ക് മറിച്ചു കൊടുത്ത് കമ്മീഷൻ പറ്റാറുണ്ട്. അതിന് ഞാൻ ദൃസാക്ഷിയാണ്. അവസാനം ഒരു 50 ലക്ഷം രൂപ കൈപ്പറ്റിക്കൊണ്ട് മാഡം ഒരു പ്രോജക്റ്റ് മറിച്ചു കൊടുത്ത വിവരം ഞാൻ അപ്പൊ തന്നെ ഗൗതം സാറിനെ നിധി മേഡത്തെ അറിയിച്ചായിരുന്നു. ഇപ്പൊ നിധി മേഡം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തരുന്നത്. എനിക്ക് പേടിയാ ആ വസുന്ധര മേഡത്തെ. എന്തുപറ്റി ഭൈരവിയമ്മ? മാനസപുത്രിയുടെ കയ്യിലിരു പറഞ്ഞപ്പോ ഭൈരവിയമ്മയുടെ മുഖത്തെ രക്തയോട്ടം അങ്ങ് നിലച്ചല്ലോ. ഇപ്പൊ കണ്ട ജോർജ് ഈ 50 ലക്ഷത്തിന്റെ ഇടപാട് അപ്പൊ തന്നെ ഞങ്ങളെ അറിയിച്ചതുകൊണ്ട് കൃത്യമായും അതിലിടപെടാൻ കഴിഞ്ഞു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വീഡിയോയും കൂടി കിട്ടി. അതുകൂടി ഭൈരവിയമ്മ കാണണം. ആ കുത്തുകൊള്ളുന്ന ആളുടെ കയ്യിലിരിക്കുന്നത് വസുന്ധര മാഡം കൈപ്പറ്റിയ 50 ലക്ഷം രൂപയുടെ കള്ളപ്പണമാണ്. അത് തട്ടിയെടുത്തവനെ കൊന്നിട്ടായാലും
അത് സ്വന്തമാക്കാനാണ് ഈ അതിക്രമം കാണിക്കുന്നത്. അപ്പോ ഈ വസുന്ധര ആളെ കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടൊന്നുമില്ല. വേണ്ടി വന്നാൽ കൊല്ലാൻ മടിക്കുകയില്ല. ഇപ്പൊ നമ്മൾ കണ്ടത് ഒന്നാം തരം ഒരു നാടകമാണ്. കുത്തുകൊള്ളുന്നത് നമ്മുടെ ഗൗതത്തിന് തന്നെയാണ്. ആ കത്തിയാവട്ടെ ഡമ്മിയും, ചോരയും ഫേക്കാണ്. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഡ്രാമ. വസുന്ധരാന്റി ഒന്ന് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈശ്വരമംഗലം കുടുംബം തന്നെ കുട്ടിച്ചോറാക്കുമെന്ന് തോന്നിയപ്പോ ഞങ്ങൾക്ക് ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്നതാണ് ഭൈരവിയമ്മ. സത്യം പറഞ്ഞാൽ ചെയ്യാത്ത കൊലപാതകത്തിന്റെ ഈ വീഡിയോ കാണിച്ചാണ് വസുന്ധരാന്റിയെ ഇത്രയെങ്കിലും ഞങ്ങൾ തളച്ചു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ കാര്യമൊന്നും പുറത്തു പറയരുത്. ഭൈരവിയമ്മയ്ക്കറിയോ, പ്രണവിനെ കൊണ്ട് ഒരിക്കലും ശിവാനിയെ വിവാഹം കഴിപ്പിക്കരുതെന്ന് ഈ കുടുംബത്തിലെ എല്ലാവരും വസുന്ധരാന്റിയുടെ കാല് പിടിച്ചു പറഞ്ഞതാ. വിവാഹ പന്തലിൽ നിന്നും സ്വർണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞ അവളെ മനഃപൂർവ്വം പ്രണവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ. അവസാനം എന്താ സംഭവിച്ചത്? ആ ശിവാനി ഇവിടെ വന്ന് ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് അഭിനയിച്ചു. പാവം പ്രണവിനെ പറ്റിച്ചു. എന്തിന്? ശിവാനി പ്രഗ്നന്റ് അല്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ച എന്നെ ഒരു SIയെ കൂട്ടുപിടിച്ച് ജയിലിലാക്കിയവരാണ് ഈ വസുന്ധരാന്റി. ആ ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഭൈരവിയം എന്ന് കേട്ടു നോക്ക്. സർ, ഞാൻ വസുന്ധരയാണ്. ആ നിധിയെ എങ്ങനെയെങ്കിലും ഈ കേസിലൊന്ന് കുരുക്കി തന്നേ പറ്റൂ. ഒരു SI എന്ന നിലയില് സാറ് വിചാരിച്ചാലേ ഇത് നടക്കൂ. ഒരു 7 വർഷമെങ്കിലും നിധി ജയിലിൽ കിടക്കണം. അത് ശിവാനിയുടെ മാത്രമല്ല, എന്റെയും ആവശ്യമാണ്. അതിനായിട്ട് സാറിന് തന്ന പണം പോരായെങ്കിൽ ഇനിയും ഞാൻ തരും. മാഡം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആ ഇളനീർ കടക്കാരന്റെ വീഡിയോ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഒരു തെളിവ് കൂടി സംഘടിപ്പിക്കണം. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നിധിയെ പൊക്കി അകത്തിട്ട് തരാം ഞാൻ. പറഞ്ഞാൽ തീരാത്ത അത്രയും ദ്രോഹങ്ങൾ വസുന്ധരാന്റി ഈ ഈശ്വരമംഗലത്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാ ഭൈരവിയമ്മ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഇത്രയും എനിക്ക് ഈശ്വരമംഗലത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഭൈരവിയമ്മയെ ബോധ്യപ്പെടുത്തേണ്ട കടമയുണ്ടായിരുന്നു. അതിനുവേണ്ടി അല്പം മോശമായിട്ട് എനിക്ക് പെരുമാറേണ്ടിയും വന്നു. ഞാൻ ഈ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം.